ഗാമോപെറ്റാലയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഫാമിലിയാണ് ഫാമിലി കമ്പോസിറ്റെ ഓർ ആസ്റ്ററേസി. രണ്ട് പേര് വരാൻ കാരണം എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കമ്പോസിറ്റെ എന്നുള്ള പേര് CEAയിൽ എൻഡ് ചെയ്യാത്തതുകൊണ്ട് പിന്നീട് ചേഞ്ച് ചെയ്തതാണ് ആസ്റ്ററേസി എന്നാക്കിയിട്ട്. ഇതുപോലെ നെയിം ചേഞ്ച് ചെയ്ത 9 ഫാമിലീസ് ഉണ്ട്. സോ ആ 9 ഫാമിലിയിൽ പെട്ട ഒരു ഫാമിലിയാണ് ആസ്റ്ററേസി. കോമൺലി കോൾഡ് ആസ് സൺഫ്ലവർ ഫാമിലി, സൂര്യകാന്തിൻ്റെ ഫാമിലിയാണ്. ഈ ഫാമിലിൻ്റെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. സിസ്റ്റമാറ്റിക് പൊസിഷൻ, ക്ലാസ് ഡൈക്കോട്ടിലിഡനെ, സബ് ക്ലാസ് ഗാമോപെറ്റാലെ, സീരീസ് ഇൻഫെറെ, ഓർഡർ ആസ്റ്ററൈൽസ്. സോ ഗാമോപെറ്റാലയിലെ രണ്ടാമത്തെ ഫാമിലിയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇൻഫെറെ സീരീസിലാണ് വരുന്നത്. സോ ഇൻഫീരിയർ ആയിരിക്കും ഓവറി. ദെൻ ഓർഡർ ആസ്റ്ററൈൽസിലാണ് വരുന്നത്. Common and economically important species are Chrysanthemum cinerarifolium, Jamanthi, it is a garden plant, and a natural insecticide pyrethrum is obtained from this plant. Then Dahlia pinnata, a garden plant, Helianthus anus, sunflower. Sunflower oil is extracted from the seeds of sunflower. Eclipta alba, കഞ്ഞുണ്ണി പറയും. ഇറ്റ് ഈസ് എ മെഡിസിനൽ പ്ലാന്റ്. നമ്മൾ ഇന്ദുലേഖൻ്റെ ഒക്കെ പരസ്യം കാണുന്നത് ഇന്ദുലേഖ ബ്രിങ്ക ഓയിലിൻ്റെ. സോ ഇതാണ് ആ കഞ്ഞുണ്ണി പ്ലാന്റ്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിനാട്ടിയും നല്ലത് എന്തായിരിക്കും? ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യായിരിക്കും. വെർണോണിയ സിനേറിയ, പൂവാങ്കുരുന്ന്, ഇറ്റ് ഈസ് എ മെഡിസിനൽ പ്ലാന്റ്. എലഫൻഡോപ്പസ് സ്കാബർ, ആനച്ചുവടി എന്ന് പറയും. നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ താഴെ കാണുന്ന പിക്ചറിൻ്റെ മുകളിലാണ് ഈ ഇൻഫ്ലോറസൻസ് ഫോം ചെയ്യുക. ഇറ്റ് ഈസ് എ മെഡിസിനൽ പ്ലാന്റ്. ഇതെന്താ? കമ്മ്യൂണിസ്റ്റ് അപ്പയാണ്. ക്രൊമലീന ഒഡോറേറ്റ ഓർ യുപ്പറ്റോറിയം ഒഡോറേറ്റം. ഇതറിയോ? ഒരു വീടാണ്. പാർത്തീനിയം ഹിസ്റ്ററോഫോറസ് എന്നാ പറയാ. പാർത്തീനിയം എന്ന് പറഞ്ഞത് ഒരു വീടാണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് റോഡ് സൈഡിലൊക്കെ. എ നാച്ചുറൽ വീഡ് ഫൗണ്ട് ഇൻ റോഡ് സൈഡ്സ് ആൻഡ് വേസ്റ്റ് ലാൻഡ്. മുറിയൻ പച്ച പറയൂ ഇതിന്. ഏജിറേറ്റം കോണിസോയിഡസ്, വളരെ കോമൺ ആയിട്ട് നമ്മളുടെ തൊടികളിലൊക്കെ ഉണ്ടാവുന്നതാണ്. ഇതിൻ്റെ ലീഫിനൊരു ഒരുമാതിരി സ്മെല്ലാണ്. ദെൻ വഡേലിയ ട്രൈലോബേറ്റ, നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്ലാന്റ് ആണ്. ഇതും ഒരു വീടാണ്. മഞ്ഞ കയ്യോന്നി എന്നാണ് ഇതിൻ്റെ കോമൺ നെയിം. ദെൻ ട്രൈഡാക്സ് പ്രൊക്യുംബൻസ്, ഇതും നമ്മൾ വർക്കൗട്ട് ചെയ്തതാണ്. ചിരവനാക്കി എന്നാണ് കോമൺ നെയിം. ടെജീറ്റസ് ഇറക്റ്റ, മല്ലിക. ആസ്റ്റർ ഗ്രാൻഡിഫ്ലോറസ്, ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ്. കാലണ്ടുല ഒഫിഷ്യനാലിസ്, സീനിയ പ്ലാന്റ് ആണ്. ഡിസ്ട്രിബ്യൂഷൻ: largest family of flowering plants with over 900 genera and 1300 species according to Willis 1966. വില്ലിസ് 1966 കണക്ക് പ്രകാരമാണ് കേട്ടോ. അപ്പം ഏകദേശം 1532 ജീനസുകളും 20,000 സംതിങ് സ്പീഷീസുകളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോറൻസ് ഇൻക്ലൂഡഡ് 950 genera and nearly 20,000 species. Of the total number of flowering plants on this earth, share of Compositae is more than 10%. More than 10% of the earth's flowering plants എന്ന് പറയുന്നത് Compositae ആണ്. In India, family is represented by 138 genera and 708 species. Most of the members are harmful weeds present in wasteland. അതുകൊണ്ടാണ് more than 10% പ്ലാന്റ്സും എന്തായത്? Compositae ആയത്. ഹാംഫുൾ വീഡ്സ് ആയിട്ട് വേസ്റ്റ്ലാൻഡ്സിൽ കോമൺ ആയിട്ട് കമ്പോസിറ്റെ മെമ്പേഴ്സിനെ കാണാറുണ്ട്. ഹാബിറ്റ്: മെമ്പേഴ്സ് ആർ പ്രിഡോമിനൻ്റ്ലി ഹെർബ്സ്, ഇറക്റ്റ് ഓർ പ്രോസ്ട്രേറ്റ് ഹെർബ്, ആനുവൽ ഓർ പെരീനിയൽ ഹെർബ്സ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ഹെർബ്സ് ആണ്. അതും ഒരു കാരണമാണ് മോർ ദാൻ 10%. ഒരുപാട് മോർ ദാൻ 10% പോപ്പുലേഷൻ വരാൻ കാരണം ഒരുപാട് സ്പേസ് വേണ്ട ഈ പ്ലാന്റ്സിന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട്. കൾട്ടിവേറ്റഡ് ഗാർഡൻ പ്ലാന്റ്സ് ആണ് ഹെലിയാന്തസ് ആനസ്, അതായത് സൺഫ്ലവർ, ടജീറ്റസ് ഇറക്റ്റ, മല്ലിക, കാലണ്ടുല ഒഫിഷ്യനാലിസ്, സീനിയ, ദെൻ ക്രൈസാന്തിമം സിന്നററിഫോളിയം, ജമന്തി, etc. And these are annual herbs.
Members like Vernonia scandens is a woody climber. Vernonia arborea is a medium-sized tree. At the same time, Vernonia cinerea is an annual herb. സോ വെർണേറിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജീനസ് തന്നെ വുഡി ക്ലൈംബർ ഉണ്ട്, മീഡിയം സൈസ്ഡ് ട്രീ ഉണ്ട്, അതുപോലെ തന്നെ ആനുവൽ ഹെർബും ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈഡ് വേരിയേഷൻസ് ഹാബിറ്റിൽ കാണിക്കുന്ന പ്ലാന്റ്സ് ആണ് കമ്പോസിറ്റ്. ഹെർബ്സ് ഉണ്ട്, അതുപോലെ തന്നെ വുഡി ക്ലൈംബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ട്രീസും പ്രസന്റ് ആണ്. നെക്സ്റ്റ് സ്റ്റെം കവേർഡ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹെയർസ്. നമ്മൾ പ്ലാന്റ് വർക്കൗട്ട് ചെയ്തപ്പോൾ കണ്ടതാണ്. ലീവ്സ് യൂഷ്വലി സിമ്പിൾ ലീഫ് ആയിരുന്നു നമ്മൾ വർക്കൗട്ട് ചെയ്ത പ്ലാന്റ്സിൽ. പീറ്റിയോൾ പ്രസന്റ് ആയിരുന്നു, സ്റ്റിപ്യൂൾ ആബ്സെന്റ് ആയിരുന്നു, വിത്ത് ഓൾട്ടർനേറ്റ് ഓപ്പോസിറ്റ് ഓർ വേൾഡ് ഫിലോടാക്സി. നമ്മൾ കണ്ട രണ്ട് പ്ലാന്റ്സിലും ഓപ്പോസിറ്റ് ഫിലോടാക്സി ആയിരുന്നു. ലീഫ് മാർജിൻ മേ ബി എൻറ്റയർ ഓർ ഡെൻഡേറ്റ് ഓർ ഹൈലി ഡിസെക്റ്റഡ്. നമ്മൾ സെറേഷൻസ് ഉള്ള അല്ലെങ്കിൽ ഡിസെക്ഷൻസ് ഉള്ള ലീവ്സ് ആണ് രണ്ട് പ്ലാന്റ്സിലും കണ്ടിട്ടുണ്ടായിരുന്നത്. ഹാലോഫില്ലം എന്ന് പറഞ്ഞിട്ടുള്ള ജീനസ്, ആസ്റ്ററേസിയിൽ പെട്ടിട്ടുള്ള ഹാലോഫില്ലം ജീനസിൽ ലീവ്സ് മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ഓർ സ്കെയിൽസ്, കാരണം അതൊരു സീറോഫൈറ്റിക് മെമ്പർ ആണ്. ഓയിൽ പ്ലാന്റ്സ് ആൻഡ് ലാറ്റിസിഫറസ് വെസൽസ് ആർ ഓഫൺ. നെക്സ്റ്റ് ഇൻഫ്ലോറസൻസ്. ക്യാരക്ടറിസ്റ്റിക് ഇൻഫ്ലോറസൻസ് ഓഫ് ദ ഫാമിലി ആസ്റ്ററേസി ആണ് ഹെഡ് ഓർ ക്യാപിറ്റുലം. എന്താ ഹെഡ് ഓർ ക്യാപിറ്റുലം? Receptacle or thalamus is modified into a disc on which large number of flowers are arranged in a centripetal manner. ഒരു റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു ഇൻഫ്ലോറസൻസ് ആണ് ഹെഡ് ഓർ ക്യാപിറ്റുലം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തലാമസ് അല്ലെങ്കിൽ റിസപ്റ്റക്കിൾ മോഡിഫൈ ചെയ്തിട്ട് ഒരു ഡിസ്ക് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. അതിൻ്റെ ഉള്ളിലാണ് ഫ്ലവേഴ്സ് കാണാറ്. ആൻഡ് ദേ ആർ അറേഞ്ച്ഡ് ഇൻ സെൻട്രിപിറ്റൽ മാനർ. ഇൻഡിവിജ്വൽ ഫ്ലവേഴ്സിന് ഫ്ലോററ്റ്സ് ആണ് പറയുക. ആൻഡ് ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫ്ലോററ്റ്സ് പ്രസൻറ്റ് ഇൻ ആസ്റ്ററേസി, റേ ഫ്ലോററ്റ് ആൻഡ് ഡിസ്ക് ഫ്ലോററ്റ്. റേ ഫ്ലോററ്റ്സിനെ നമ്മൾ പെരിഫറൽ റീജിയനിലും ഡിസ്ക് ഫ്ലോററ്റ്സിനെ നമ്മൾ സെൻട്രൽ റീജിയൻസിലുമാണ് കാണാറ്. താഴെ കാണിച്ചിട്ടുള്ളതാണ് ഒരു ഹോൾ ഇൻഫ്ലോറസൻസ് ഹെഡ് ഓർ ക്യാപിറ്റുലം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് റേ ഫ്ലോററ്റ് ആണ്. ദെൻ ഈ കാണുന്നതാണ് ഡിസ്ക് ഫ്ലോററ്റ്. ഈ ഒരു റേ ഫ്ലോററ്റിന് നമ്മൾ സാധാരണ കാണാറ് പെരിഫറൽ സൈഡിലാണ്. ആൻഡ് ഈ ഡിസ്ക് ഫ്ലോററ്റ് നമ്മൾ സാധാരണ കാണാറ് സെൻട്രൽ റീജിയനിലാണ്. കണ്ടോ, ഇതാ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് റേ ഫ്ലോററ്റ് ആൻഡ് ഇതൊക്കെയും ഡിസ്ക് ഫ്ലോററ്റ്സ് ആണ്. ഇതാണ് ഒരു ആക്ച്വൽ ഹെഡ് ഓർ ക്യാപിറ്റുലം. നമുക്ക് റേ ഫ്ലോററ്റ്സിനെ കാണാൻ പറ്റുക ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയുമാണ്, കാരണം ഇത് LS എടുത്തതുകൊണ്ട് ആ രണ്ട് സൈഡ്സിലുമാണ്. ദെൻ സെൻട്രൽ റീജിയനിൽ ഇവിടെയാണ് നമുക്ക് ഡിസ്ക് ഫ്ലോററ്റ്സിനെ കാണാൻ പറ്റുക. ഇനി നമുക്ക് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലോററ്റ്സ് പഠിക്കാം. അതാണ് ഹെഡ് ഓർ ക്യാപിറ്റുലത്തിൻ്റെ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞത്. നമ്മൾ ആദ്യമേ പറഞ്ഞു റേ ഫ്ലോററ്റ്സിനെ നമ്മൾ എവിടെയാണ് കാണുക എന്നാണ് പറഞ്ഞത്? പെരിഫറൽ റീജിയനിൽ. ആൻഡ് പെരിഫറൽ റീജിയനിലുള്ള റേ ഫ്ലോററ്റ്സിന് വലിയ പെറ്റൽസ് ആയിരിക്കും. സോ ഇതാണ് റേ ഫ്ലോററ്റിൻ്റെ ഒരു പിക്ചർ. ദെൻ റേ ഫ്ലോററ്റ്സ് ആർ സെസൈൽ, യൂണിസെക്ഷൽ, ദേ ആർ ഫീമെയിൽ, എപ്പിഗൈനസ്, ഓവറി ഇൻഫീരിയർ ആയിരിക്കും. ദെൻ സൈഗോമോർഫിക് ആണ്, കാരണം ഒരു സൈഡിലേക്ക് പെറ്റൽസ് ഇലോങ്ങേറ്റ് ചെയ്തിട്ടാണ് കാണുന്നത്. ആൻഡ് ഇൻകംപ്ലീറ്റ്, യൂണിസെക്ഷൽ ആയതുകൊണ്ട് തന്നെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. സോ ഫ്ലവേഴ്സ് സെസൈൽ ആണ്, അതുപോലെ തന്നെ ഫീമെയിൽ ആണ്, എപ്പിഗൈനസ് ആണ്, ഇറഗുലർ ആണ്, ഇൻകംപ്ലീറ്റ് ആണ്. യൂഷ്വലി ഫൗണ്ട് ഇൻ സിംഗിൾ വേൾ അലോങ് ദ പെരിഫറൽ റീജിയൻ. നമ്മൾ മല്ലികേൻ്റെയൊക്കെ കേസിൽ എട്ടുമല്ലികയിലൊക്കെ ആ ഒരു സൈഡിൽ പെരിഫറൽ റീജിയനിൽ ഒരു വേളിൽ മാത്രമേ നമ്മൾ റേ ഫ്ലോററ്റ്സ് കാണൂ. അതുപോലെ തന്നെയാണ് സൺഫ്ലവറിലും മിക്കവാറും കേസിൽ നമുക്ക് റേ ഫ്ലോററ്റിനെ പെരിഫറൽ റീജിയനിൽ വൺ വേൾ ആയിട്ടാണ് കാണാൻ പറ്റാറ്. പെറ്റൽസ് ഓഫ് റേ ഫോം ദ അട്രാക്റ്റീവ് പാർട്ട് ഓഫ് ദ ഇൻഫ്ലോറസൻസ്. ആ ഒരു ഹോൾ ഇൻഫ്ലോറസൻസിന് ആ ഒരു ഭംഗി കൊടുക്കുന്നത് ശരിക്കും അതിൻ്റെ റേ ഫ്ലോററ്റ്സിൻ്റെ പെറ്റൽസ് ആണ്. നെക്സ്റ്റ് കാലിക്സ്. Sepals modified into fine, persistent, hair-like structures called pappus. നമ്മൾ കണ്ടതാണ്. Persistent pappus helps in the dispersal of fruit by a special mechanism called parachute mechanism. So asteracea ഒരു ഫീച്ചർ ആണ് പാപ്പസ്. കാലിക്സ് മോഡിഫൈ ചെയ്തുണ്ടായതാണ്. ഹെൽപ്പ് ചെയ്യും ഡിസ്പേഴ്സലിനെ, അതിനെയാണ് പാരച്യൂട്ട് മെക്കാനിസം എന്ന് പറയാം. നെക്സ്റ്റ് കൊറോള. പെറ്റൽസ് 5, ഗാമോപെറ്റാലസ്. 2 of them are reduced and the other 3 united to form a large dicule or ray. നമ്മൾ വർക്കൗട്ട് ചെയ്തപ്പം കണ്ടു
പെറ്റൽസ് 5 എണ്ണമാണ്, 2 എണ്ണം ചെറുതും 3 എണ്ണം വലുതുമാണ്. ഗാമോ പെറ്റാലസ് ആണ്. The ray is large and act as the attractive part of the inflorescence. നമ്മൾ ആദ്യമേ പറഞ്ഞു റേൻ്റെ പെറ്റൽസ് ആണ് അട്രാക്റ്റീവ്. ആൻഡ് നമ്മൾ ഒരു ഫ്ലവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസ്കിനെക്കാളും അട്രാക്റ്റീവ് എന്ന് പറഞ്ഞത് റേ ഫ്ലോററ്റ് ആണ്. It is the attractive part of the inflorescence. Estivation usually valvate or imbricate. Next, androecium. Androecium absent ആണ്, കാരണം റേ ഫ്ലോററ്റ് എന്ന് പറഞ്ഞത് ഒരു യൂണിസെക്ഷൽ ഫ്ലവർ ആണ്, കൂടാതെ ഒരു ഫീമെയിൽ ഫ്ലവർ കൂടിയാണ്. ഫ്ലവർ ഫീമെയിൽ ആയതുകൊണ്ട് തന്നെ ആൻഡ്രീഷ്യം ആബ്സെന്റ്. നെക്സ്റ്റ് ഗൈനീഷ്യം. ബൈകാർപ്പലറി സിൻകാർപ്പസ് യൂണിലോക്യുലാർ ഇൻഫീരിയർ ഓവറി വിത്ത് എ സിംഗിൾ ഓവ്യൂൾ ഓൺ ബേസൽ പ്ലാസന്റേഷൻ. നമ്മൾ സാധാരണ മല്ലികൻ്റെ ഒക്കെ വിത്തെടുക്കുമ്പോൾ നമുക്ക് താഴെ ഒരു കാർപ്പലും ഒരു ലോക്യൂളും ആയിട്ടാണ് ഫീൽ ചെയ്യുക. പക്ഷേ അത് 2 കാർപ്പൽസ് അതിൻ്റെ ഉള്ളിൽ ഒരു ലോക്യൂള് മാത്രം ഉള്ള ഒരു ഓവറിയാണ്. സോ ബൈകാർപ്പലറി യൂണിലോക്യുലാർ ആണ്. ദെൻ നമ്മൾ പാപ്പസിനെ ഈ ഒരു സീഡിൻ്റെ അല്ലെങ്കിൽ ബ്ലാക്കിഷ് ആയിട്ടുള്ള മല്ലികൻ്റെയൊക്കെ ആ ബ്ലാക്കിഷ് ആയിട്ടുള്ള സീഡ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ നമ്മൾ വിത്തെടുത്ത് വെക്കുമ്പോൾ കേട്ടോ അതിൻ്റെ മുകളിലാണ് നമ്മൾ പാപ്പസ് കാണാറ്. അതുകൊണ്ട് തന്നെ ഓവർ ഇൻഫീരിയർ ആണ്. ആൻഡ് ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുക ബേസൽ പോർഷനിലേക്കാണ്. സോ പ്ലാസന്റേഷൻ ബേസൽ ആണ്. സ്റ്റൈൽ സിംഗിൾ സ്റ്റിഗ്മ ഫോർക്ക്ഡ് വിച്ച് ഈസ് യൂഷ്വലി എമർജിങ് ഔട്ട് ഓഫ് ദ ഫ്ലവർ. ഒരു സിംഗിൾ സ്റ്റൈലിന് 2 സൈഡിലേക്കും ഫോർക്ക് ചെയ്തിരിക്കുന്ന ഒരു 2 ലോബ്ഡ് ആയിട്ടുള്ള സ്റ്റിഗ്മയാണ് നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ഈ ഒരു പാർട്ട് ഫ്ലവറിൻ്റെ പുറത്തേക്ക് നമുക്ക് എമേർജ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമുക്ക് ഡിസ്ക് ഫ്ലോററ്റ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. ആൻഡ് ഡിസ്ക് ഫ്ലോററ്റ് നമ്മൾ എവിടെയാണ് കാണുക? റേ ഫ്ലോററ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് ഇൻഫ്ലോറസൻസിൻ്റെ പെരിഫറൽ റീജിയനിൽ 1 വേൾ ആയിട്ടാണ് റേ ഫ്ലോററ്റ് കാണുകയെന്ന്. ആൻഡ് ഡിസ്ക് ഫ്ലോററ്റ്സ് റേ ഫ്ലോററ്റിന് ശേഷം ആ ഇൻഫ്ലോറസൻസിൻ്റെ ഉള്ളിൽ മൊത്തം ഡിസ്ക് ഫ്ലോററ്റ്സ് ആയിരിക്കും. സോ ഡിസ്ക് ഫ്ലോററ്റ്സ് ആണ് റേ ഫ്ലോററ്റ്സിനെക്കാളും നമ്മൾ സാധാരണ കാണാറ്. ആൻഡ് ദീസ് ആർ സെസൈൽ, ബൈസെക്ഷുവൽ, എപ്പിഗൈനസ്, പെൻറ്റാമീറസ്, ആക്ടിനോമോർഫിക് ആൻഡ് കംപ്ലീറ്റ്. റേ ഫ്ലോററ്റിന് ടോട്ടലി ഡിഫറെൻ്റ് ആണ് ഡിസ്ക് ഫ്ലോററ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് ഫ്ലോററ്റ് ഒരു ബൈസെക്ഷൽ ഫ്ലവറാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രീഷ്യം ഗൈനീഷ്യം പ്രസൻ്റ് ആണ്. ദെൻ പ്രത്യേകിച്ച് അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്തൊരു ഫ്ലവറാണ്. അതിൻ്റെ സെപ്പൽസിനും പെറ്റൽസിനും സ്റ്റേമൻസിനൊക്കെ ഒരേ സൈസ് ആൻഡ് ഷേപ്പ് ആണ്. അതുകൊണ്ട് തന്നെ ആക്ടിനോമോർഫിക് ഓർ റെഗുലർ ആണ്. ദെൻ കംപ്ലീറ്റ് കൂടിയാണ്, കാരണം ബൈസെക്ഷൽ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആണ്. ദെൻ നമ്മൾ റേ ഫ്ലോററ്റിനെ കുറിച്ച് പറഞ്ഞത് ഫീമെയിലാണ്, ഇറഗുലർ ആണ്, ഇൻകംപ്ലീറ്റ് ആണ് എന്നാ. ഫീമെയിൽ ആയതുകൊണ്ടാണ് അത് ഇൻകംപ്ലീറ്റ് ആയത്. ദെൻ പിന്നെ എന്തുകൊണ്ടാണ് റേ ഇറഗുലർ ആയത്? അതിൻ്റെ പെറ്റൽസിന് ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. പക്ഷെ ഡിസ്കിൻ്റെ കേസിൽ ഒരു ഇറഗുലാരിറ്റീസും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആക്ടിനോമോർഫിക് ആണ്. യൂഷ്വലി ഫൗണ്ട് അറ്റ് ദി സെൻറ്റർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദെൻ കാലിക്സ് ഫീച്ചേഴ്സ് റേ ഫ്ലോററ്റിൻ്റെതും ഡിസ്ക് ഫ്ലോററ്റിൻ്റെതും സെയിം ആണ്. സോ നിങ്ങൾ ഓർത്ത് വെക്കുക, ഈ ഒരു സ്ലൈഡ് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സെയിം ആസ് റേ നോർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ് കൊറോള റേ ഫ്ലോററ്റിൽ നിന്ന് ഭയങ്കരമായിട്ട് ഡിഫറൻസസ് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഡിഫറൻസസ്? ഒന്നാമത്തെ ഡിഫറൻസ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇറഗുലാരിറ്റീസ് ഇല്ല. 5 പെറ്റൽസിനും ഒരേ സൈസ് ആൻഡ് ഷേപ്പ് ആണ്. So petals 5, gamopetalis, all the lobes equally developed. Estivation. നെക്സ്റ്റ് ആൻഡ്രീഷ്യം. നമ്മൾ നേരത്തെ റേ ഫ്ലോററ്റിൻ്റെ കേസിൽ പറഞ്ഞു ആൻഡ്രീഷ്യം ആബ്സെൻ്റ് ആണ്. അങ്ങനെ പറയാൻ കാരണം അതൊരു ഫീമെയിൽ ഫ്ലവർ ആയതുകൊണ്ടാണ്. പക്ഷേ ഡിസ്ക് ഫ്ലോററ്റ് ബൈസെക്ഷൽ ആയതുകൊണ്ട് തന്നെ അതിൽ ആൻഡ്രീഷ്യം പ്രസൻറ്റാണ്. സോ നമുക്ക് ആൻഡ്രീഷ്യത്തിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. സ്റ്റേമൻസ് 5, എപ്പി പെറ്റാലസ് ആൻഡ് ഓൾട്ടേർണി പെറ്റാലസ്. 5 സ്റ്റേമൻസ്. ദെൻ അതിന് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് ടു കൊറോള ലോബ്സ്, ദെൻ ഓൾട്ടർനേറ്റ് ടു പെറ്റല. ദെൻ നമ്മൾ ആൻഡ്രീഷ്യത്തിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ പഠിച്ചിട്ടുണ്ട്. ആസ്റ്ററേസിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ആൻഡ്രീഷ്യം ഏതായിരുന്നു? സിഞ്ചനേഷ്യസ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാഡെലഫസിൻ്റെ ഓപ്പോസിറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. മൊണാഡെലഫസിൽ ഫിലമെൻസ് ഫ്യൂസ്ഡ് ആന്തേഴ്സ് ഫ്രീ ആയിരുന്നു. ഇവിടെ ആന്തേഴ്സ് ഫ്യൂസ്ഡ് ഫിലമെൻസ് ഫ്രീ ആണ്. ആന്തേഴ്സ് ഫ്യൂസ്ഡ് ഫിലമെൻസ് ഫ്രീനെയാണ് നമ്മൾ സിഞ്ചനേഷ്യസ് കണ്ടീഷൻ എന്ന് പറയുക. Andrecium of Compositae shows special type of cohesion called the syngenesious condition
Here, filaments of stamens are free, but all the anthers unite together, leaving a central gap through which the style is emerging out. നെക്സ്റ്റ് ഗൈനീഷ്യം. ഗൈനീഷ്യം നമ്മൾ കാലിക്സ് പറഞ്ഞ പോലെ തന്നെ സെയിം ആസ് റേ ഫ്ലോററ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സ്ലൈഡ് നിങ്ങൾ എന്ത് ചെയ്യണ്ട, പഠിക്കണ്ട. ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ സെയിം ആസ് റേ എന്നുള്ള ഒരു ഫീച്ചർ ഓർത്ത് വെച്ചാൽ മതി. ബൈകാർപ്പലറി, സിൻകാർപ്പസ്, യൂണിലോക്യുലാർ, ഇൻഫീരിയർ വിത്ത് സിംഗിൾ ഓവ്യൂൾ ഓൺ ബേസൽ പ്ലാസന്റേഷൻ, സ്റ്റൈൽ സിംഗിൾ, സ്റ്റിഗ്മ ഫോർക്ക്ഡ് വിച്ച് ഈസ് യൂഷ്വലി എമർജിങ് ഔട്ട് ഓഫ് ദി ഫ്ലവർ. അപ്പോൾ ഇതാണ് ഡിസ്ക് ഫ്ലോററ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു. താഴെ നമുക്ക് എപ്പിഗൈനസ് ആയിട്ടുള്ള ഒരു ഓവറി കാണാൻ പറ്റും. ദെൻ ഇത് പാപ്പസിൻ്റെ പാർട്ടാണ്. ദെൻ ഇതാണ് ഇതിൻ്റെ ആക്ടിനോമോർഫിക് ആയിട്ടുള്ള കൊറോള. ദെൻ ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് എന്ത് കാണാൻ പറ്റും, ഫോർക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റിഗ്മയും കാണാൻ പറ്റും. നെക്സ്റ്റ് ഫ്രൂട്ട്. ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ട് ഓഫ് ദ ഫാമിലി ആസ്റ്ററേസി ഏതാ, ഓർമ്മയുണ്ടോ? സിപ്സലയാണ്. ആൻഡ് സിപ്സല എന്താണെന്ന് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഓർത്ത് വെക്കുക. സിപ്സല ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫ്രൂട്ട് ഓഫ് ദ ഫാമിലി ആസ്റ്ററേസി. സിമ്പിളാണ്. ബൈകാർപ്പലറി, യൂണിലോക്യുലാർ, ഇൻഫീരിയർ ഓവറി വിത്ത് ബേസൽ പ്ലാസന്റേഷനുള്ള ഓവറിയിൽ നിന്ന് ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു ഫ്രൂട്ടാണ് സിപ്സല. ദെൻ പാപ്പസ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കാലിക്സ്, പാരച്യൂട്ട് മെക്കാനിസം വഴിയാണ് ഡിസ്പേഴ്സൽ നടക്കുന്നത്. Fruits are provided with persistent pappus, helps for the dispersal of fruits by a special mechanism called a parachute mechanism. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് why Compositae is regarded as most successful among angiosperms. First of all, its distribution. ആദ്യത്തെ റീസൺ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. കോസ്മോപൊളൈറ്റൻ ഡിസ്ട്രിബ്യൂഷൻ ആണ്, എല്ലാ സാഹചര്യത്തിലും ഗ്രോ ചെയ്യാൻ പറ്റും. സെക്കൻഡ് വൺ, ഹാബിറ്റ്. Since majority of the members are herbaceous, they can grow in a bit amount of soil. That is why they are seen all along habitatable lands, top of buildings, tree trunks with some amounts of humus deposit. അതായത് ഹെർബേഷ്യസ് മെമ്പർ ആയതുകൊണ്ട് തന്നെ കുറച്ച് സ്പേസ് മതി. ട്രീ മെമ്പേഴ്സ് ആണെങ്കിൽ ഒരുപാട് സ്പേസ് വേണം. സോ ഹെർബേഷ്യസ് ആണ് എന്നുള്ളതാണ് വേറൊരു റീസൺ. അതുകൊണ്ട് തന്നെ കുറച്ച് സോയിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യാൻ പറ്റും, ഗ്രോ ചെയ്യാൻ പറ്റും. ദെൻ മൂന്നാമത്തത് അതിൻ്റെ ഇൻഫ്ലോറസൻസ് ആണ്. ഹെഡ് ഇൻഫ്ലോറസൻസിൽ ഒരുപാട് ഫ്ലവേഴ്സ് വരുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇൻസെക്റ്റ് വന്ന് വിസിറ്റ് ചെയ്താൽ സൈമൾട്ടേനിയസ് ആയിട്ട് പോളിനേഷൻ നടക്കും, ഫെർട്ടിലൈസേഷൻ, അതുപോലെ തന്നെ സീഡ് ഫോർമേഷനും നടക്കും. അപ്പോൾ അതാണ് വേറൊരു റീസൺ. ഹെഡ് ഈസ് റിഗാർഡഡ് ആസ് മോസ്റ്റ് പെർഫെക്റ്റ് ബിക്കോസ് എ സിംഗിൾ വിസിറ്റ് ഓഫ് ആൻ ഇൻസെക്റ്റ് ക്യാൻ പോളിനേറ്റ് വെരി ലാർജ് നമ്പർ ഓഫ് ഫ്ലവേഴ്സ് സൈമൾട്ടേനിയസ്ലി. സിൻസ് പോളിനേഷൻ റേറ്റ് ഈസ് ഹൈ, seed formation rate is also high and the seeds are getting wide distribution. Then നാലാമത്തെ reason, modification of sepal into pappus. Sepals modified into fine persistent hair-like structures called pappus. Presence of persistent pappus on fruit helps in wide dispersal by a special mechanism called parachute mechanism. Hence the seeds are widely distributed. അപ്പോൾ ഇത്രയാണ് Compositae മോസ്റ്റ് സക്സസ്ഫുൾ അമംഗ് ആൻജിയോസ്പേംസ് എന്ന് പറയാനുള്ള റീസൺസ്. ലാസ്റ്റായിട്ട് നമുക്ക് ഫാമിലിയുടെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കാം. യൂഷ്വലി ഹെർബ്സ് ആണ്. നമ്മൾ ഫാമിലി സക്സസ്ഫുൾ ആവാനുള്ള റീസൺ പറഞ്ഞതും ഒന്ന് ഹെർബ്സ് ആയതുകൊണ്ടാണ് എന്നാണ്. ലീവ്സ് യൂഷ്വലി ഓൾട്ടർനേറ്റ് ആൻഡ് എക്സ്റ്റിപ്പുലേറ്റ്. ഇൻഫ്ലോറസൻസ് ഹെഡാണ്. കാലിക്സ് ഇസ് റെഡ്യൂസ്ഡ് ഇൻ ടു പാപ്പസ്. ഓവറി ഇൻഫീരിയർ. ഫ്രൂട്ട് സിപ്സല. സോ നമ്മൾ ഫാമിലിക്ക് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സോ ആ ഫീച്ചർ തന്നെ ആയിരിക്കുമല്ലോ അതിൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ്. ഈ ഫാമിലീൻ്റെ ഡയഗ്നോസ്റ്റിക് ഫീച്ചേഴ്സ് പഠിക്കാൻ ഈസിയാണ്. കാരണം ബാക്കിയുള്ള ഫാമിലീസിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് സ്വന്തമായിട്ട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഫാമിലിയാണ്. യുണീക്കായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഫാമിലി ആയതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് പഠിക്കാൻ. താങ്ക് യു.